നിങ്ങളുടെ വീട്ടിലെ എൽഡസ്റ്റ് ചൈൽഡ് നിങ്ങളാണോ, മൂത്ത മകനോ മൂത്ത മകളോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ബീയിങ് ദ എൽഡസ്റ്റ് ചൈൽഡ് ഈസ് നെവർ ഈസി. പ്രത്യേകിച്ച് അതൊരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ലോവർ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഒരാളെ സംബന്ധിച്ച്. ഒരു ലോവർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഒരു മൂത്ത കുട്ടി ഫേസ് ചെയ്തത്ര ഡിഫിക്കൽട്ടീസും സ്ട്രഗിൾസും ഒന്നും നമ്മുടെ താഴെ വളർന്നു വരുന്ന സിബ്ലിങ്സ് ഫേസ് ചെയ്തിട്ടുണ്ടാവത്തില്ല. വളരെ നേരത്തെ തന്നെ അവർ മെച്ചുവേർഡ് ആകേണ്ടി വരും. വളരെ നേരത്തെ തന്നെ അവർ റെസ്പോൺസിബിൾ ആകേണ്ടി വരും. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. മെച്ചുവേർഡ് ആവുന്നത് ഒരിക്കലും അവര് പോലും അറിയാതായിരിക്കും അവർ മെച്ചുവേർഡ് ആയിട്ട് മാറുന്ന പോലും. കാര്യം അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അവരെ നല്ലൊരു മെച്ചുവേർഡ് പേഴ്സൺ ആക്കി മാറ്റുക ചെയ്യുന്നത്. കുടുംബത്തിലെ മൂത്ത കുട്ടി ഫേസ് ചെയ്താത്ര റെസ്ട്രിക്ഷൻസ് ഒരിക്കലും നമ്മുടെ താഴെ വളർന്നു വരുന്ന നമ്മുടെ സഹോദരങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ല. ഇഷ്ടമുള്ള കോഴ്സ്, ഇഷ്ടമുള്ള ഡ്രസ്സ്, ഇഷ്ടമുള്ള ഫുഡ്, ട്രാവൽ ചെയ്യാൻ എല്ലാം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അവർ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ആ ഫൈറ്റ് ചെയ്താൽ പോലും അവർക്കത് കറക്റ്റായിട്ട് കിട്ടിക്കാണണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിക്കാണണമെന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആയിരിക്കണമെന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കണമെന്നില്ല. പല കാര്യങ്ങളിലും അവർ സാക്രിഫൈസ് ചെയ്തും സ്ട്രഗിൾ ചെയ്തിട്ടും ആയിരിക്കും അവരവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്രയൊക്കെ തന്നെ ആയാലും, എത്ര സ്ട്രഗിൾ ചെയ്താലും, എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ താഴെ വളർന്നു വരുന്ന നമ്മുടെ സഹോദരങ്ങൾ ആ ഒരു പാത്തിലൂടെ പോകരുത്, ആ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിലൂടെ കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഓരോ മൂത്ത കുട്ടി എന്ന് പറയുന്നത്. വാഴ സിനിമയിൽ പറയുന്നില്ലേ, നീ അവിടെ നിന്നോ, നീ ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത്. പലർക്കും അതൊരു സിനിമ ഡയലോഗ് ആയിരിക്കും. പക്ഷെ ഒരു എൽഡസ്റ്റ് ചൈൽഡിനെ സംബന്ധിച്ചോളം അത് അവരുടെ മനസ്സാണ്. ഞാൻ അനുഭവിച്ച ഒന്നും, ഞാൻ ഫേസ് ചെയ്തതൊന്നും ഇവർ അനുഭവിക്കരുത് എന്നുള്ളൊരു തോട്ടാണ് എല്ലാ മൂത്ത കുട്ടികൾക്കും ഉള്ളത്. ബിക്കോസ് നമ്മൾ വന്ന വഴിയിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഒരുപാട് സാക്രിഫൈസസ് ഉണ്ടാവും. ആ വഴിയിലൂടെ ഒന്നും നമ്മുടെ സഹോദരങ്ങൾ വരാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. ആ വഴി കൂടെ അവരെ കാണാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നായിരിക്കും ഓരോ എൽഡസ്റ്റ് ചൈൽഡും എപ്പോഴും ആഗ്രഹിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരു എൽഡസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന അച്ഛന്റെ റെസ്പോൺസിബിലിറ്റീസും അമ്മയുടെ കാര്യത്തിലും ഒരുപോലെ അവർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നൊരു സമയങ്ങളുണ്ട്. സ്വന്തം സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഫാമിലിയുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും ഓരോ മൂത്ത കുട്ടി എന്ന് പറയുന്നത്. സ്വന്തം ഇമോഷൻസ് ഉള്ളിൽ ഒതുക്കി കുടുംബത്തിന്റെ ഇമോഷണൽ ബേർഡൻസ് അവർ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടൊക്കെയാണ് പ്രായത്തിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി അവർക്കുണ്ടെന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഇത് എന്റെ കഥയാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല.